ഡെൻ്റൽ ഹെൽത്ത് ഗം ഹെൽത്തും പ്രഗ്നൻസിയും തമ്മിൽ ഒത്തിരി കണക്ഷനുണ്ട്. ഈവൻ ഡ്യൂറിങ് ഡെലിവറി ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ടൊബാക്കോ എന്താണെന്ന് പോലും അറിയാത്ത ചില ആൾക്കാരുണ്ട്, അവർക്കും ഓറൽ ക്യാൻസർ വരും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഡയബറ്റിക് ആയിട്ടാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എവറി 3 months അല്ലെങ്കിൽ 6 months ഒരു ഡെൻ്റൽ ചെക്കപ്പിന് പോകണം എന്നാണ്. നമ്മുടെ ഓറൽ ഹെൽത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ വായിലുള്ള ബാക്ടീരിയാസ് ബ്ലഡ് സ്ട്രീം വഴി നമ്മൾ സോളോ ചെയ്യുന്നത് വഴി അകത്തോട്ട് പോയി എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അൺഫിൽറ്റേഡ്. പ്രോസ്തഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ സഹലയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഈ മേഖലയിലെ പുതിയ ട്രെൻഡുകളെ പറ്റിയിട്ടും പുതിയ അറിവുകളെ പറ്റിയിട്ടും ഡോക്ടർ നമ്മളോട് ഈ എപ്പിസോഡ് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടറെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖം. ഡോക്ടർ, ഐ ഹേറ്റ് ഡെന്റിസ്റ്റ്. ഞാൻ പറഞ്ഞതല്ല, കുറേ ആൾക്കാരിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ പരസ്യമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെ ആൾക്കാർ പറയുന്നതിനെ പറ്റി ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താ? ഓക്കെ, ഞാനും ഇത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പൊതുവേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഉള്ളത്. എൻ്റെയും ഒരുപാട് പേഷ്യൻസ് ഇതേ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കി പറയാറുണ്ട്. അത് പൊതുവേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് ഒരു റോങ് കോൺസെപ്റ്റും അല്ല. പെയിൻ ഉണ്ടാവും, പക്ഷേ അത് അവർ പ്രീവിയസ് ആയിട്ട് അവർ ഡെൻറ്റിസ്റ്റിനെ കണ്ട സമയത്ത് ബേസിക് കുട്ടികളായിരിക്കുന്ന സമയത്തായിരിക്കും അവർ ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ചൈൽഡ്ഹുഡിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നാൽ അതെപ്പോഴും ആ ഒരു മെമ്മറി മൈൻഡിലുണ്ടാവും. അതുകൊണ്ടാണ് ഈവൻ അവരൊരു ഒത്തിരി പ്രായമായിട്ടുള്ള ആളായി മാറിയാലും അവർക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവും. പക്ഷേ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഈ പെയിൻഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് തന്നെ പെയിൻലെസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ്, അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ മാറും. ഒരു അവയർനെസ്സിൻ്റെ കുഴപ്പമാണ്. അവരോട് വളരെ എംപത്തറ്റിക്കായി കമ്പാഷനേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു പെയിനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഡോക്ടറിന് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? എന്താ ഇമോഷൻ തോന്നാറ്? എനിക്കൊന്നും തോന്നാറില്ല. കാരണം ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്നതൊന്നുമല്ല, അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നാറുള്ളത്, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഐ ഹേറ്റ് ഡെൻറ്റിസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് മാറിയിട്ട് ഐ ലൈക്ക് മൈ ഡെൻറ്റിസ്റ്റ് അങ്ങനെ ആക്കിയിട്ട് മാറ്റണമെന്ന് ഞാൻ ആ മൊമെൻറ്റിൽ തീരുമാനിക്കും. ആൻഡ് ഐ എം സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അപ്പോൾ ഡോക്ടർ, ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യു എയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ യു എയിൽ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ട്രെസ്സ്. നമുക്ക് പലപ്പോഴും അത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. ഈ സ്ട്രെസ്സ് ഏതൊരു വിധത്തിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? സ്ട്രെസ്സ് ബേസിക്കലി ഒരു സ്ട്രെസ്സുള്ള ഒരു വ്യക്തി പൊതുവെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഉള്ള ഫോക്കസ് പറയും. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഒത്തിരി സ്ട്രെസ്സായിട്ടുള്ള ആൾക്കാർ ഈ ഡെൻ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ 2 നേരം ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് റൂട്ടീൻസ് ഉണ്ട്. അതൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് ലാക്ക് ഓഫ് കെയർ, അതാണ് പ്രൈമറി പ്രോബ്ലം. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ലൈക്ക് സിവിയർ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടോട്ടൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ആ ഒരു തരത്തിൽ നോക്കിയാൽ ഡെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ലോങ് ടേം എഫക്റ്റ് ആണ്. പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു പേഴ്സണൽ കെയർ കുറയും സ്ട്രെസ്സിൽ. അത് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പലർക്കും നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ, ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ തന്നെ ചോദിക്കും, നൈറ്റ് ഷിഫ്റ്റ് ആണോ? കാരണം അവരെ ഹൈജീൻ കണ്ടാൽ. കാരണം ഡേ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഡേ ടൈമിൽ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഈ നൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ ആ സമയത്ത് വർക്ക് ചെയ്യുമ്പം അത് പലതരത്തിൽ പല്ലുകളുടെ ആരോഗ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നൈറ്റ് വർക്ക് ചെയ്യുന്നതും പല്ലുകളുടെ ആരോഗ്യമായിട്ട്? ഓക്കെ, നൈറ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒന്നുമില്ല. പക്ഷേ നൈറ്റ് ഷിഫ്റ്റിൽ വളരെ ആൾക്കാർ കുറവായിരിക്കും. അവർ സംസാരിക്കുക, ഫുഡ് കഴിക്കുക, ഈ സംഭവങ്ങളൊക്കെ നൈറ്റ് ഷിഫ്റ്റിൽ കുറവായിരിക്കും. ഇപ്പം ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പേരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ആ സമയത്തിന് ഫുഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യും. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റുള്ള ആൾ എന്ത് ചെയ്യും? അവരുടെ റൂട്ടീൻ കംപ്ലീറ്റ്ലി മാറി. അവർ തന്നെ
ഒരു ഓറിയന്റഡ് ആയിരിക്കില്ല. അങ്ങനെ ഒത്തിരി UAയിൽ അത് പൊതുവേ കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ കൂടുതലായിട്ട് കണ്ടുവരുന്ന എല്ലാവരിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക്സ് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഡയബറ്റിക്സ്, അതേപോലെ ഹാർട്ട് ഡിസീസ് നമ്മൾ കേൾക്കുന്നുണ്ട്. 30 വയസ്സായപ്പോഴേക്കും ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോവുക. ഇതൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പല്ലുകളുടെ ആരോഗ്യത്തിന് എന്തോ ബന്ധമുണ്ടെന്ന്. എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്നപ്പോൾ ഒരു ഡൗട്ട് അടിച്ചു. അപ്പോൾ പല്ലുകളും അതും തമ്മിൽ എന്താ ബന്ധം? ഡോക്ടറിന് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ശരിക്കും ഇത് കണക്റ്റഡ് ആണോ? ഈ ചെറിയ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വരിക അതും ഡെന്റൽ ഡിസീസുമായിട്ട് യാതൊരു കോറിലേഷനും ഇല്ല. അത് പ്യുവർലി സ്ട്രെസ് റിലേറ്റഡ് ആണ്. ഡെന്റൽ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആയിട്ടുള്ളവരാണ്. ആള് എങ്ങനെ ഓറൽ ഹെൽത്ത് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗം ഡിസീസസ് വരും. ഒരിക്കലും ഡയബറ്റിക് കൺട്രോൾ കിട്ടില്ല. ഓക്കെ, ഇനി ഡയബറ്റിക് കൺട്രോൾ അത് പുവർ ആണെങ്കിലും അത് ഇൻഡയറക്ട്ലി ഗം ഹെൽത്തിനെ ബാധിക്കും. രണ്ടും 2-way കണക്റ്റഡ് ആണ്. ഗം ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ ഡയബറ്റിക് കൺട്രോൾ കിട്ടില്ല. സെയിം വേ ഡയബറ്റിക് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് സീരിയസ്ലി എഫക്റ്റ് ഗം ഹെൽത്ത്. സെയിം തിങ് തന്നെയാണ്. നമ്മൾ വായ ഒരു ബോഡീൻ്റെ ഒരു എൻട്രി പോയിൻ്റാണ് വായ. ഒരു വീടിൻ്റെ ഡോറ് പോലെ അതിൽ കൂടെ എന്തോ അകത്തോട്ടേക്ക് കയറും. നമ്മുടെ ഓറൽ ഹെൽത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ വായിലുള്ള ബാക്ടീരിയാസ് ബ്ലഡ് സ്ട്രീം വഴി നമ്മൾ സോളോ ചെയ്യുന്നത് വഴി അകത്തോട്ട് പോയി എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കാം. ഇതൊന്നും നമുക്കതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് വളരെ കുറവാണ്. എല്ലാവരും വിചാരിക്കും ഓക്കെ എനിക്ക് 32 ടീത്ത് ഉണ്ട്, ഒന്ന് പോയാൽ എന്താ അടുത്തത്, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ആക്ച്വലി അതൊരു ബോഡിയുടെ ബാലൻസിങ് ആണ്. ടീത്ത്, ഓറൽ ഹെൽത്ത്, ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ മൈനർ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡയബറ്റിക്സുമായിട്ട് വേറെ ഡയറക്ട്ലി കണക്ഷൻ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഡയബറ്റിക് ആയിട്ടാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എവറി 3 months അല്ലെങ്കിൽ 6 months ഒരു ഡെൻ്റൽ ചെക്കപ്പിന് പോകണം എന്നാണ് അതിൻ്റെ ഒരു റൂള്. കാരണം ചില ആൾക്കാർ നന്നായിട്ട് തന്നെ അവർ ഡയബറ്റിക് കൺട്രോൾ മെഡിക്കേഷൻ എടുക്കുന്നുണ്ടാവും. സ്റ്റിൽ അവർക്ക് ഒരിക്കലും ഒരു ഇത് കിട്ടില്ല, ഒരു ഷുഗർ കുറയുന്നില്ല എന്ന് എപ്പോഴും പറയും. അവരുടെ മെയിൻ പ്രോബ്ലം ചിലപ്പം ഓറൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാവാം. ഒരുപാട് പേര് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ ഇപ്പോഴും അതിനെ പറ്റിയൊരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ അല്ല ഈ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ടീത്ത്, ഗം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ ഓറൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞല്ലോ, ഓറൽ ഹെൽത്തിൽ നമ്മുടെ ഈ പല്ലിൻ്റെ ഈ ക്യാവിറ്റീസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടോ? ക്യാവിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഗം ഡിസീസസ്, നമുക്ക് ഇതൊന്നും അല്ലാതെ നമ്മൾ ഈ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൊബാക്കോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് വായിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു വൈറ്റ് പാച്ചസ് ഒക്കെ വരും. അതൊക്കെ ഒരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ആൻഡ് ഏറ്റവും മേജറായിട്ട് ഒരുപാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത് ഒരു ഐ വുഡ് സേ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. അതിൻ്റെ റീസൺ അത് പലരും ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇനി ടൊബാക്കോ യൂസ് ചെയ്യാത്ത ടൊബാക്കോ എന്താണെന്ന് പോലും അറിയാത്ത ചില ആൾക്കാരുണ്ട്, അവർക്കും ഓറൽ ക്യാൻസർ വരും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷാർപ്പ്. നമ്മളൊരു പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് അധികം ശ്രദ്ധിക്കില്ല. ഷാർപ്പ് ടൂത്ത് നമ്മുടെ ടങ്ങിലോ കവിളിലോ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ക്യാൻസറസ് കണ്ടീഷനായിട്ട് മാറും. അത് കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മുറിവ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന അവിടെ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കും. അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത. അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വായിലാണ്. ഒരുപാട് ലേഡീസിന് ഇത് വരുന്നുണ്ട്. അവർ ഈ ടൊബാക്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല, പാൻ ച്യൂ ചെയ്യുന്നില്ല, പക്ഷെ അവർക്കുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു 3-4 പേഷ്യൻസ് ഈ ഒരു ക്യാൻസർ വന്നിട്ട്, അതെന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ്. വായിലൊക്കെ വന്നു കഴിഞ്ഞാന്ന് പറയാം. മെയിൻ റീസൺ ഷാർപ്പ് ടൂത്ത് വായിലുണ്ടായി, റിപ്പീറ്റഡായി അൾസർ ഉണ്ടാക്കി, ശ്രദ്ധിച്ചില്ല, അതങ്ങനെ ഇവഞ്ച്വലി അത് ക്യാൻസറായിട്ട് മാറി. അപ്പോൾ നമ്മളും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഷാർപ്പ് ടൂത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു പല്ല് പൊട്ടിയാൽ അത് പല്ലെടുക്കുകയോ അല്ലെങ്കിൽ ആ ഷാർപ്നെസ് എങ്ങനെയെങ്കിലും വായിന്ന് അവോയ്ഡ് ചെയ്യണം. അതൊരു മേജർ റീസൺ ആണത്. എൻ്റെ
പേഴ്സണലി ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി തന്നെ എനിക്ക് കുറച്ച് പേഷ്യൻസിനെ അറിയാം. ഒരേ ഒരു റീസണേ ഉള്ളൂ, ഷാർപ്പ് ടൂത്ത്. ഓക്കെ. ഓ, ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവല്ലേ? മേജർ റീസൺ. ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ ഈ പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ഓ, ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ കാർഡിയാക് ഡിസീസസ്, ജനറ്റിക്കലി കാർഡിയാക് ഹാർട്ടിൻ്റെ വാൽവിന് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ വായിൽ ഒരു ഓൺ ടൈം റൂട്ടീൻ നമ്മൾ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിൽ എന്തായാലും ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലൂടെ കൂടെ പോയിട്ട് വാൽവ് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വാൽവുലർ ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. അത് ഓൾറെഡി ഇഷ്യൂ ഉള്ള ആൾക്ക്. ഇനി വളരെ നോർമലായിട്ടുള്ള ആൾക്കും ഇതേ അത്രയും സീരിയസ് ആയിട്ട് ഇഷ്യൂ ഉണ്ടാവില്ലെങ്കിലും ഒരു വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഹാർട്ടിനെ നമ്മൾ വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഒരു പല്ല് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഇതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പല്ലും നമ്മുടെ ബോഡിയായിട്ട് ഇത്ര റിലേറ്റഡ് ആണല്ലേ? വളരെ റിലേറ്റഡ് ആണ്. ഈ വീട് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കയറി വരും, ആ വീട് എങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കും. സെയിം തിങ് വായിലും. അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ വീട് വൃത്തിയായിട്ടിരിക്കുന്നത്. സെയിം തിങ്. അതേപോലെ നമ്മൾ ഞാൻ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറുണ്ടല്ലോ പല്ല് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കേടായ സമയത്ത് റൂട്ട് കനാൽ ചെയ്യാറുണ്ട്. അങ്ങനെ റൂട്ട് കനാൽ ചെയ്യുമ്പം ക്യാൻസർ ഉണ്ടാവും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ക്യാൻസർ ഒന്നും വരില്ല. ഐ മീൻ അത് റിലേറ്റഡ് ആയിട്ട് റൂട്ട് കനാൽ ചെയ്ത ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. രണ്ട് തരത്തിൽ ഇതിനെ പറയാം. ഒന്ന് ക്വാളിറ്റി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നല്ലൊരു പ്രോപ്പർലി ഡൺ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോട്ടോക്കോളും വെച്ച് നല്ല രീതിയിൽ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത ടൂത്തിന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം നല്ല സെൻറ്ററിൽ നല്ല ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് ക്വാളിറ്റി സർവീസസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതല്ലാതെ എല്ലാവരും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഇതൊരു കോൺട്രവേഴ്സ്യൽ തിങ് ആണ്. നല്ല ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം നമ്മൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ടൂത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ഒരാൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. അപ്പം പ്രോപ്പർലി അത് ഡിസിൻഫെക്റ്റ് ചെയ്തില്ലെങ്കിൽ, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഇവഞ്ച്വലി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാം. പക്ഷേ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊന്നും വരില്ല, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതിലാകെ ശ്രദ്ധിക്കാനുള്ളത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സെൻറ്ററിൽ ചെന്ന് നിങ്ങൾ ഒരു ഡോക്ടറിനെ സമീപിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കും. അല്ലാതെ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു റൂട്ട് കനാൽ ചെയ്ത ടൂത്തിനെ കൊണ്ട് യാതൊരു കുഴപ്പവും നമുക്ക് വരാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ പണ്ട് ഡോക്ടറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പ്രഗ്നന്റ് ലേഡീസിനെ പറ്റിയിട്ട്. ഓക്കെ. അപ്പം ഈ പ്രഗ്നന്റ് ലേഡീസും അവരുടെ ഓറൽ ഹെൽത്തും പ്രഗ്നൻസിയും തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? ഓക്കെ. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് ഈ ഒരു ഓറൽ ചെക്കപ്പ്, ഡെൻ്റൽ ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണാത്തത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈവൻ ബിഫോർ പ്ലാനിങ് പ്രഗ്നൻസി ഒരു ഡെൻ്റൽ ചെക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, ഡെൻ്റൽ ഹെൽത്ത്, ഗം ഹെൽത്തും പ്രഗ്നൻസിയും തമ്മിൽ ഒത്തിരി കണക്ഷൻ ഉണ്ട്. നമ്മൾക്ക് പുവർ ഗം ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഡ്യൂറിങ് ഡെലിവറിയും ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് പ്രിമച്വർ ഡെലിവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗമ്മിലുള്ള ബാക്ടീരിയാസ് നമ്മുടെ യൂട്രസ് കൺട്രാക്ഷനെ വളരെ ഹെൽപ്പ് ചെയ്യൽ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം പ്രീ ടേം ഡെലിവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ സംഭവിക്കുന്നതാണ്. അതല്ലാതെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഫസ്റ്റ് 3 months അവർക്ക് എക്സ്റേ എടുക്കാൻ അലൗഡ് അല്ല. കാരണം ആദ്യം ഓർഗൻസ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് 3 months. ആ സമയത്ത് റേഡിയേഷൻസ് അലൗഡ് അല്ല. അതിനുശേഷം എക്സ്റേ എടുക്കുന്നതിന് വിത്ത് പ്രിക്കോഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് 3 months ലാസ്റ്റ് ട്രൈമസ്റ്ററിലും നമുക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേബി ഫോം ആവുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് പ്രഗ്നൻ്റ് ലേഡീസിന് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ലാസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏത് സമയത്തും ഡെലിവറി ഇൻഡ്യൂസ് ആവാം. ആ സമയം ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് വന്നാൽ നേരത്തെ തന്നെ ഡെലിവറി ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അവർക്ക് അത്രയും സ്ട്രെസ് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട്
ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി സേഫ് പീരീഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഇതൊക്കെ എപ്പോഴും ഒരു സ്ട്രെസ്സാണ് ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിഫോർ പ്രഗ്നൻസി ഒരു ചെക്കപ്പ് നല്ലതാണ്. ഉള്ള ഇഷ്യൂസ്, ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് കേൾക്കാം. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അപ്പം നേരെ പോയിട്ട് വൈഫിനോട് ഇത് പറയണം. ഓക്കെ. അല്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എമർജൻസി ഉണ്ടെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ മാത്രം ചെയ്യാൻ പറ്റും. 3 to 6 months ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതല്ലാതെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലും വന്നാൽ ഒരു സിവിയർ പെയിനുള്ള ഒരാൾ വന്നോ നമുക്ക് ട്രീറ്റ് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ട്രീറ്റ് ചെയ്യും അണ്ടർ പ്രിക്കോഷൻ. പക്ഷെ അത് അവോയ്ഡ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ വാക്കാണ് ഫ്ലോസിങ്. എന്താണ് ഫ്ലോസിങ്? അതിൻ്റെ ആവശ്യകത എന്താണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. എല്ലാവരും പറയും ഞാൻ 2 നേരം ബ്രഷ് ചെയ്യും എന്നിട്ടും എനിക്ക് ക്യാവിറ്റി വരുന്നു, അപ്പോൾ എൻ്റെ പല്ലിൻ്റെ കാൽഷ്യം കുറവാണ്. ഇങ്ങനെയാണ് പൊതുവേ എല്ലാവരും പറയും. അങ്ങനെ ഓക്കെ, കാൽഷ്യം കുറഞ്ഞാൽ പല്ലിൻ്റെ ഹെൽത്ത് ഉണ്ടാവും. ഈ ലോകത്ത് നമ്മുടെയൊക്കെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. കാൽഷ്യമൊക്കെ നമ്മൾക്ക് നമ്മളെ ഫുഡ് കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ക്യാവിറ്റി വരാനുള്ള കാരണം 2 നേരം ബ്രഷ് ചെയ്താലും പല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിൽ ഈ ബ്രഷ് ഒന്നും പോവില്ല. ഓക്കെ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചാൽ ഒരുവിധം എല്ലാവരുടെ ടീത്തിൻ്റെ ഇടയിൽ ഫുഡ് കൊടുക്കും. അതെങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. അത് അവിടെ തന്നെ ഇരുന്നിട്ട് എത്ര ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും അത് മാറില്ല. ഡെഫിനറ്റ്ലി അത് മാറില്ല. അപ്പോൾ അതിന് നമ്മളൊരു ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്സ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് പോലത്തെ, നമ്മൾ റെഗുലർ ത്രെഡ് അല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ഗമ്മിന് അത് നല്ലതല്ല. ഈ വാക്സ് കോട്ടഡ് ഫ്ലോസസ് ഉപയോഗിച്ച് പല്ലിൻ്റെ ഇടയിൽ ഉള്ള ഫുഡിനൊക്കെ എടുക്കണം ബിഫോർ ബ്രഷിങ്. അത് അഡ്വൈസബിൾ ആണ്. എല്ലാവരും അത് ചെയ്യണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ 2 നേരം ബ്രഷ് ചെയ്തിട്ടും 3 നേരം ബ്രഷ് ചെയ്തിട്ടും ക്യാവിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇഫക്റ്റീവായിട്ട് ക്ലീനിങ് നടക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെയ്യണം. ബ്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്ലോസ് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ബ്രഷ് എന്തായാലും നമുക്ക് പല്ലേക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പല്ലേച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ. ഒരു ബേസിക് ഹൈജീനുള്ള ആൾ എന്തായാലും ബ്രഷ് ചെയ്യും. അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ഫ്ലോസിങ് ചെയ്യാത്തത്. ഫ്ലോസിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാവിറ്റി ഇഷ്യൂസ് ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ സഹലയാണ്. ഡോക്ടർ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും കാണുന്നിടം വരെ ബൈ ബൈ.